ഇന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്? പറഞ്ഞു പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിൽ ചെറിയ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചറും കുട്ടികളും തമ്മിൽ എന്തായിരിക്കാം സംസാരിക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വേറെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി എന്നവണ്ണം കുറച്ചും കൂടി പറയാം. അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം പറയുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസവും ഇരിക്കുന്നത്. ഇനിയും ആരെങ്കിലും അടിപിടിച്ചിരിക്കുന്നവരുണ്ട് എങ്കിൽ പറയാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യം എങ്ങനെയാണ് ടീച്ചർ കുട്ടി പറയുകയാണ്, ടീച്ചർ ഞാൻ ഇന്നലെ വന്നില്ല, സോ ഞാൻ എത്ര പേജ് എഴുതാതെ വിടണം? ചെറിയ കുട്ടികളുടെ ക്ലാസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികളല്ലേ. ഞാൻ ഇന്നലെ വന്നില്ല, എങ്ങനെ പറയും? ഐ ഡിഡ്ന്റ് കം ടു ക്ലാസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ വന്നില്ല, സോ ഞാൻ എഴുതാതെ എത്ര പേജ് വിടണം? അപ്പൊ എങ്ങനെ പറയണം? ടീച്ചർ ഐ ഡിഡ്ന്റ് കം ടു ദ ക്ലാസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ വന്നില്ല, സോ ഹൗ മെനി പേജ് ഷുഡ് ഐ ലീവ് അൺറിട്ടൺ? എത്ര പേജ് ഞാൻ എഴുതാതെ വിടണം? ഒന്നുകൂടി കുട്ടികൾ ഒന്നും കൂടെ പറയൂ. ടീച്ചർ ഡിഡ്ന്റ് കം ടു ക്ലാസ് യെസ്റ്റർഡേ, സോ ഹൗ മെനി പേജ് ലീവ് അൺറിട്ടൺ? എഴുതാതെ എത്ര പേജ് വിടണം? ഒന്നും കൂടെ പറയൂ കുട്ടികൾ. ടീച്ചർ ഞാൻ ഇന്നലെ ക്ലാസ്സിൽ വന്നില്ല, എത്ര പേജ് എഴുതാതെ വിടണം? കുട്ടികൾ മടി പിടിക്കാതെ കൊച്ചു മക്കളൊന്ന് പറഞ്ഞേ. ടീച്ചർ ഐ ഡിഡ്ന്റ് കം ടു ക്ലാസ് യെസ്റ്റർഡേ, സോ ഹൗ മെനി പേജ് ഷുഡ് ലീവ് അൺറിട്ടൺ? എഴുതാതെ എത്ര പേജ് വിടണം? അപ്പൊ നിങ്ങളോട് എന്തായിരിക്കും ടീച്ചർ പറയുക? എന്ത് പറയും? ലീവ് പേജ് 3, 3 പേജ് വിട്. ലീവ് പേജ് 3 ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. എഴുതാൻ തുടങ്ങിക്കോളൂ എന്ന് പറയും. 3 പേജ് വിട്ടിട്ട് എഴുതാൻ തുടങ്ങിക്കോളൂ എന്ന് പറയും. എങ്ങനെ പറയണം ടീച്ചർമാര്? എങ്ങനെ പറയണം ടീച്ചേഴ്സ്? പറയൂ. ലീവ് പേജ് 3 ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. 3 പേജ് വിട്ടിട്ട് എഴുതാൻ തുടങ്ങിക്കോളൂ. എങ്ങനെ പറയും ടീച്ചർമാരെ? ലീവ് പേജ് 3 ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. ടീച്ചർ ഒന്ന് പറയൂ ടീച്ചർ. റൈറ്റ്, ഓക്കെ. ഇപ്പൊ ഞാൻ ടീച്ചർ ആകുവാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചിരിക്കുക. അപ്പൊ സ്റ്റുഡൻറ് പറയൂ, ക്ലാസ്സിൽ വന്നില്ല, പേജ് എത്ര വിടണം എന്ന് എന്നോട് ചോദിക്കൂ. അപ്പൊ ഞാൻ പറയാണ്, ടീച്ചർമാരായവരൊക്കെ പറയൂ, ലീവ് പേജ് 3 ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ്. ഓക്കെ. പിന്നെ പൊതുവെ ടീച്ചർ പറയാണ്, ഞാനിപ്പോ ബോർഡിൽ എഴുതിയത് വായിക്കാൻ പോകുവാണ് എന്ന് പറയും. എങ്ങനെ പറയും? എന്തെങ്ങനെയാണ് പറയണത്? ഐ ആം ഗോയിങ് ടു റീഡ് വാട്ട് ഐ റോട്ട് ഓൺ ദ ബോർഡ്. ഞാനിപ്പോ ബോർഡിൽ എഴുതിയത് വായിക്കാൻ പോകുവാണ്. എങ്ങനെ പറയണം? ഐ ആം ഗോയിങ് ടു റീഡ് വാട്ട് ഐ റോട്ട് ഓൺ ദ ബോർഡ്. ടീച്ചേഴ്സ് പറയൂ. ടീച്ചേഴ്സ് പറയൂ. I am going to read on the board. ഞാൻ ബോർഡിൽ എഴുതിയത് വായിക്കാൻ പോകുവാണ്. എങ്ങനെ പറയും? I am going to read what I wrote on the board. Wrote on the board. ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിക്കാൻ പോകുവാണ്. ഇനി ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ എന്ന് ചോദിക്കും അല്ലേ. നമ്മൾ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? എങ്ങനെ ചോദിക്കും? ഈസ് ദർ എനിവൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിമോർ? കൂടുതലായിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി മനസ്സിലാകാത്തതുണ്ടോ? ഈസ് ദർ എനിവൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിമോർ? എങ്ങനെയാണ് ചോദിക്കുക? ഈസ് ദർ എനിവൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിമോർ? ചോദിക്കൂ. ഈസ് ദർ അണ്ടർസ്റ്റാൻഡ് എനിവൺ? ടീച്ചേഴ്സ് മടി പിടിച്ചിരിക്കരുതേ. നിങ്ങൾ ചോദിക്കൂ. ഈ ഒരാഴ്ച കഴിയുമ്പോഴേ ക്ലാസ്സിൽ ചെന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്. ഇപ്പോൾ CBSE സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ എന്താണെങ്കിലും ചോദിക്കാനുള്ളത് തന്നെയാണ്. ചോദിക്കൂ. ഈസ് ദർ എനിവൺ ഹു അണ്ടർസ്റ്റാൻഡ് എനിമോർ? ഒന്നും കൂടെ ചോദിക്കൂ. ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിമോർ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? എങ്ങനെ ചോദിക്കണം? ഈസ് ദർ എനിവൺ ഹു ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് എനിമോർ? അപ്പോൾ ചില കുട്ടികൾ പറയും, ഒരു കൊച്ചിങ്ങനെ പറയാണ്, ടീച്ചർ ഐ ഹാവ് എ ഡൗട്ട്. എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ടീച്ചേഴ്സ് കുട്ടികൾ പറയൽ കുറവാണ്. എങ്കിൽ പോലും ഒരു കുട്ടി പറയാണ്, ടീച്ചർ ഐ ഹാവ് എ ഡൗട്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒരു സംശയമുണ്ട്. ഐ ഹാവ് എ ഡൗട്ട്. എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് എന്ത് പറയണം?
ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. ജസ്റ്റ് ആസ്ക് നൗ. ചോദിച്ചോളൂ. ജസ്റ്റ് ആസ്ക് നൗ. ചോദിച്ചോളൂ. ഒരു കുട്ടി പറയാണ്, ടീച്ചർ ഐ ഹാവ് എ ഡൗട്ട്. ടീച്ചേഴ്സ് മറുപടി പറയൂ. ജസ്റ്റ് ആസ്ക് നൗ. നീ ചോദിക്ക് ജസ്റ്റ് ആസ്ക് നൗ എന്ന് പറയും അല്ലെ. അപ്പോ നമ്മൾ എങ്ങനെയാണ് എന്തെങ്കിലും ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ടീച്ചേഴ്സ് ഇംഗ്ലീഷിൽ പറയൂ. ഈസ് ദ ഹൂ ഡസന്റ് അണ്ടർസ്റ്റാൻഡ് എനിമോർ. എന്തെങ്കിലും ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്, എന്താണ്, ഞാൻ ബോർഡിൽ എഴുതിയത് മായ്ക്കാൻ പോവുകയാണെന്ന് പറയും അല്ലെ. ബോർഡിൽ എഴുതിയത് മായ്ക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണ് പറയേണ്ടത്? I am going to erase what I wrote on the board. I am going to erase what I wrote on the board. ഞാൻ ബോർഡിൽ എഴുതിയത് മായ്ക്കാൻ പോകുവാണ്. എങ്ങനെയാണ് ടീച്ചേഴ്സ് പറയുക? I am going to write അല്ല, I am going to erase മായ്ക്കാൻ പോവാണ്. എങ്ങനെ പറയും? I am going to erase what I wrote on the board. എന്താണ്? ബോർഡിൽ എഴുതിയത് ഞാൻ മായ്ക്കാൻ പോകുവാണ്. ടീച്ചേഴ്സ് പറയൂ. നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ പറയേണ്ട കാര്യം തന്നെയാണിത്. പറയൂ. I am going to erase on the board. അപ്പൊ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ പറയും മായ്ക്കല്ലേ മായ്ക്കല്ലേ. എല്ലാ ക്ലാസ്സിലും പറയുന്നതുകൊണ്ടാണ് മായ്ക്കല്ലേ ഡോണ്ട് ഇറേസ് മായ്ക്കല്ലേ ഡോണ്ട് ഇറേസ് എന്ന് പറഞ്ഞാൽ ടീച്ചർമാർ മായ്ക്കാൻ പോവാണ്. ഐ ആം ഗോയിങ് ടു ഇറേസ് എന്ന് പറയാം. മായ്ക്കാൻ പോകുവാണ് എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും മായ്ക്കല്ലേ എന്തെന്ന് പറയും? ഡോണ്ട് ഇറേസ്. ഐ ഹാവ് ഇൻ റിട്ടേൺ. ഞാൻ എഴുതിയിട്ടില്ല. ഐ ഹാവ് ഇൻ റിട്ടേൺ. ടീച്ചറെ ഡോണ്ട് ഇറേസ്. ഐ ഹാവ് ഇൻ റിട്ടേൺ. ടീച്ചറെ ഡോണ്ട് ഇറേസ് റിട്ടേൺ. കുട്ടികളും പറഞ്ഞല്ലോ. ടീച്ചർ പറയൂ മായ്ക്കാൻ പോകുവാണെന്ന് പറയൂ. ഗോയിങ് ടു ഇറേസ് ഓൺ ദ ബോർഡ്. ബോർഡിൽ എഴുതിയത് ഞാൻ മായ്ക്കാൻ പോകുവാണ്. കുട്ടി പറയൂ മായ്ക്കല്ലേ. ഐ ഹാവ് ഇൻ റിട്ടേൺ. ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ പറയുന്നതാണ്, ടീച്ചർ പറയും, എന്ത് പറയും? താഴെ പോയിട്ട് ചോക്ക് എടുത്തിട്ട് വാ. ഇപ്പൊ നമ്മൾ ഒരാളെ കുട്ടിയെ വിളിച്ചിട്ട് പറയും, എന്ത് പറയും? ഗോ ഡൗൺ സ്റ്റെയർ. താഴെ പോവുക. എന്നിട്ട് എന്ത് പറയണം? ആൻഡ് ഗെറ്റ് എ പീസ് ഓഫ് ചോക്ക്. താഴെ പോയി ചോക്ക് എടുത്തിട്ട് വാ. ഗോ ഡൗൺ സ്റ്റെയർസ് ആൻഡ് പീസ് ഓഫ് ചോക്ക്. എന്നിട്ട് പറയൂ ഗോ ഡൗൺ സ്റ്റെയർസ് ആൻഡ് ഗെറ്റ് എ പീസ് ഓഫ് ചോക്ക്. താഴെ പോയിട്ട് ചോക്ക് എടുത്തിട്ട് വാ എന്ന് എങ്ങനെ പറയും? ഗെറ്റ് എ പീസ് ഓഫ് ചോക്ക്. പിന്നെ അടുത്തത്, ടീച്ചർ ഞാൻ ഇന്നലത്തെ നോട്ട് എഴുതിയിട്ടില്ല. ടീച്ചർ ഐ ഡിഡ്ന്റ് റൈറ്റ് യെസ്റ്റർഡേസ് നോട്ട്. ഇന്നലത്തെ നോട്ട് ഞാൻ എഴുതിയിട്ടില്ല. എങ്ങനെ പറയും? ടീച്ചർ ഐ ഡിഡ്ന്റ് റൈറ്റ് യെസ്റ്റർഡേസ് നോട്ട്. കുട്ടികളെ പറയൂ, മടി കൂടാതെ പറയൂ. ടീച്ചർ യെസ്റ്റർഡേസ് നോട്ട്. ഞാൻ ഇന്നലത്തെ നോട്ട് എഴുതിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ടീച്ചർ എന്താ പറയുക? ആരോടെങ്കിലും ചോദിച്ചിട്ട് എഴുത് എന്ന് പറയും അല്ലേ. ആസ്ക് സമ്മൺ ആൻഡ് റൈറ്റ്. ആരോടെങ്കിലും ചോദിച്ചിട്ട് എഴുത്. ആസ്ക് സമ്മൺ ആൻഡ് റൈറ്റ്. എങ്ങനെയാണ് ടീച്ചർമാരെ പറയുക? റൈറ്റ്. എങ്ങനെ പറയും? ആസ്ക് സമ്മൺ റൈറ്റ്. അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്? അപ്പോ ടീച്ചർമാരോട് കുട്ടികൾ ചാടിക്കേറി പറയുന്ന ഒരു കാര്യം, ടീച്ചർ റാങ് ദ ബെൽ. ബെല്ലടിച്ചു. നമ്മൾ കേട്ടില്ലെങ്കിലും കുട്ടികൾ കേൾക്കുന്ന ഒരേ ഒരു കാര്യമാണ് ക്ലാസ് റൂമിൽ. എന്താണ്? ടീച്ചർ റാങ് ദ ബെൽ. ബെല്ലടിച്ചു. എങ്ങനെ പറയും? ടീച്ചർ റാങ് ദ ബെൽ. ബെല്ലടിച്ചു. ഓക്കെ. പിന്നെ നമ്മൾ ക്ലാസ് റൂമിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ബോർഡിൽ എഴുതിയത് നോട്ടിൽ എഴുതാത്തവർ ആരാണുള്ളത് എന്ന് ചോദിക്കും നമ്മളെ. ഞാനിപ്പോൾ ബോർഡിൽ എഴുതിയത് നോട്ടിൽ എഴുതാത്തവർ ആരാണ് ഉള്ളത്? എന്താണ് ചോദിക്കേണ്ടത്? ഹൂ ഹാവ് ഇൻ റിട്ടേൺ ഇൻ ദ നോട്ട് ബുക്ക്. ആരാണ് നോട്ട് ബുക്കിൽ എഴുതാത്തത്? എങ്ങനെ ചോദിക്കണം? ഹൂ ഹാവ് ഇൻ റിട്ടേൺ ഇൻ ദ നോട്ട് ബുക്ക്. ഐ ഹാവ് റിട്ടേൺ ഓൺ ദ ബോർഡ്. ഞാൻ ബോർഡിൽ എഴുതിയത്. ഞാനിപ്പോ ബോർഡിൽ എഴുതിയത് ബുക്കിൽ എഴുതാത്തവർ ആരാണുള്ളത്? ആരാ? ഹൂ ഹാവ് ഇൻ റിട്ടേൺ ഇൻ ദ ബുക്ക്. പിന്നെന്താ? ഐ ഹാവ് റിട്ടേൺ ഓൺ ദ ബോർഡ്. ഞാൻ ബോർഡിൽ എഴുതിയത് നോട്ട് ബുക്കിൽ എഴുതാത്തവർ ആരാ ഉള്ളേ എന്ന് ചോദിക്കൂ. ഹൂ ഇൻ ദ ബുക്ക് ഓൺ ദ ബോർഡ് അല്ലെ. ഒന്നുകൂടി പറയൂ. ഹൂ ഹാവ് ഇൻ റിട്ടേൺ ഇൻ ദ ബുക്ക്. ഐ ഹാവ് റിട്ടേൺ
ഓൺ ദ ബോർഡ്. ഞാൻ ബോർഡിൽ എഴുതിയത് ബുക്കിൽ എഴുതാത്തവരാരാ ഉള്ളത്? പിന്നെ കുട്ടികൾ പറയും ടീച്ചർ റാങ് ദ ബെൽ, ബെൽ അടിച്ചു എന്ന് പറയും. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ നിന്നൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നതാണ് എന്ത്? മറന്നു പോകല്, നാളെ പരീക്ഷയുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. എന്താണ്? ദർ ഈസ് ആൻ എക്സാം ടുമാറോ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ദർ ഈസ് ആൻ എക്സാം ടുമാറോ. നാളെ പരീക്ഷയുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകല്. എങ്ങനെ പറയും? ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ടുമാറോ. എങ്ങനെയാണ് പറയേണ്ടത്? ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ദർ ഈസ് ആൻ എക്സാം ടുമോറോ. നാളെ പരീക്ഷയുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകല്. പിന്നെ കുട്ടികൾ പറയുന്നത് എന്താണ്? ടീച്ചർ നോട്ട്ബുക്ക് ചെക്ക് ചെയ്തിട്ടില്ല. ഡിഡിൻറ്റ് ചെക്ക് അവർ നോട്ട്. ഞങ്ങളുടെ നോട്ട് ചെക്ക് ചെയ്തിട്ടില്ല. എങ്ങനെ പറയും? ടീച്ചർ, കുട്ടികൾ പറയൂ, കുട്ടികളെ മടി കൂടാതെ പറയൂ. നാളെ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ പറയണം. കുട്ടികളെ മടി കൂടാതെ പറയൂ, ടീച്ചർ ഡിഡിൻറ്റ് ചെക്ക് അവർ നോട്ട്സ്. ഞങ്ങളുടെ നോട്ട് ചെക്ക് ചെയ്തിട്ടില്ല. കുട്ടികൾ പറയൂ, ടീച്ചർ അവർ നോട്ട്. അപ്പൊ ടീച്ചർ പറയാണ് ഐ ഷാൾ ചെക്ക് ടുമാറോ. ഞാൻ നാളെ ചെയ്തു കൊള്ളാം. ചെക്ക് ടുമാറോ, നാളെ ചെയ്തു കൊള്ളാം. കുട്ടികളെ എങ്ങനെയാണ് നോട്ട് ചെക്ക് ചെയ്തിട്ടില്ല എന്ന് ടീച്ചറിനോട് പറയുന്നത്? ടീച്ചർ ഡിഡിൻറ്റ് ചെക്ക് അവർ നോട്ട്സ്. ഞങ്ങളുടെ നോട്ട് ചെക്ക് ചെയ്തിട്ടില്ല. ടീച്ചർ എങ്ങനെ മറുപടി പറയും? ടുമാറോ, ഐ ഷാൾ ചെക്ക് ടുമാറോ, നാളെ ചെക്ക് ചെയ്യാം. അപ്പൊ ടീച്ചേഴ്സെ പറയൂ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ടീച്ചേഴ്സ്, ഇസ് ദർ എനിവൺ ഹൂ ഡസ് എനിമോർ? ടീച്ചേഴ്സ് പറയൂ, ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഇസ് ദർ? ഐ ഹാവ് എ ഡൗട്ട് ടീച്ചർ. പറയൂ ടീച്ചർ, പറയൂ. ജസ്റ്റ് ഓക്കെ, ജസ്റ്റ് ആസ്ക്. ചോദിച്ചോളൂ. ഇനി എന്താണ് ചോദിക്കുന്നത്? അടുത്ത ചോദ്യം എന്തായിരുന്നു? ടീച്ചർ പറയാണ്, ടീച്ചർ ബോർഡിൽ മായ്ക്കാൻ പോവാന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞില്ലല്ലോ. ഐ എം ഗോയിങ് ടു ഇറേസ് ഓൺ ദ ബോർഡ്. ഡോണ്ട് ഇറേസ് മീൻസ് ഐ ഹാവിൻ റിട്ടേൺ. ഓക്കെ. പിന്നെ നമ്മൾ ക്ലാസ് റൂമിൽ പറയുന്നത് എന്താണ്? ഗോ ഡൗൺ സ്റ്റെയർ ആൻഡ് ഗെറ്റ് എ പീസ് ഓഫ് ചോക്ക്. ഗോ ഡൗൺ സ്റ്റെയർ ആൻഡ് രാഹുൽ, ഗോ ഡൗൺ സ്റ്റെയർ ആൻഡ് ഗെറ്റ് എ പീസ് ഓഫ് ചോക്ക്. ഓക്കെ. പിന്നെന്താണ്? ഇന്നലെ ഞാൻ ക്ലാസ്സിൽ വന്നില്ല. ഐ ഡിഡിൻറ്റ് യെസ്റ്റർഡേ. ഇന്നലെ വന്നില്ല. പിന്നെ ടീച്ചർ റാങ് ദ ബെൽ. വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടും കുട്ടികൾ ക്ലാസ്സിൽ പറയുന്നത് ഒന്നാണ്, ടീച്ചറെ ബെല്ലടിച്ചു, ടീച്ചർ റാങ് ദ ബെൽ. നാളെ പരീക്ഷ ഉണ്ടെന്ന കാര്യം മക്കളെ നിങ്ങൾ മറന്നു പോകല്ലേ. ഡോണ്ട് ഫോർഗെറ്റ് ദ ടുമാറോ. ഡോണ്ട് ഫോർഗെറ്റ് എക്സാം ടുമാറോ. അപ്പൊ മടി കൂടാതെ നിങ്ങൾ പറയണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും ഇതിനകത്ത് ടീച്ചേഴ്സ് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ടീച്ചർ നിങ്ങളുടെ മക്കളെയും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാര്യം നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ സ്കൂളിൽ പോയി പറയേണ്ടതാണിത്, അല്ലേ? അപ്പോൾ നിങ്ങൾ മടി കൂടാതെ തന്നെ പറഞ്ഞ് തന്നെ പഠിക്കുക. ഇതെന്നോട് കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ ചോദിച്ചതാണ്, UP സെക്ഷനിൽ ഒന്ന് ചെയ്യുമെന്നുള്ളൂ. UP സെക്ഷനിൽ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു കുട്ടികളൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നോക്കി നിങ്ങൾ പഠിക്കുക. ഇനിയും ഞാൻ എന്തെങ്കിലും വാക്കുകൾ സെന്റൻസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കുക. ഓക്കെ. അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഒത്തിരി പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര്. പക്ഷെ അതിൽ വളരെ കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ നിങ്ങൾ പോകുക. കാര്യമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നോക്കുമ്പോൾ എന്താണെങ്കിലും നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ, അല്ലേ? സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് മടി കൂടരുത്, മടി പിടിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇനി ഇതുപോലെ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഫോണിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ, അതേപോലെ ഐൽസിനും OETക്കൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് ഇങ്ങനെ കുറേ വീഡിയോകളൊക്കെ, നമ്മുടെ ഗ്രാമറിൻ്റെ വീഡിയോ ഒക്കെ കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ പഠിക്കട്ടെ. അത്രയും സിമ്പിളായിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ജൂൺ 1-ാം തീയതി മുതൽ നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. താല്പര്യമുള്ള വീട്ടമ്മമാരെ, നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയരുത്. നിങ്ങളുടെ കുറച്ച് സമയം, കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിൽ ഒത്തിരി പണിയുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഒരു മണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒരു ദിവസം നിങ്ങൾക്ക് 1 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ.
കുറച്ച് നിങ്ങൾ പഠിക്കണം. നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയത് ഒരു കാര്യം ഞാൻ പറയാം. നമ്മളൊക്കെ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലകത്ത് ഒതുങ്ങിപ്പോയവരാണ്. അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താവും, നമ്മുടെ ബ്രെയിന് ഉറങ്ങിപ്പോവും, ആ ഒരു മൂഡിലായിപ്പോവും. അപ്പം നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പം ഈ ഉറങ്ങിപ്പോയ നമ്മുടെ ബ്രെയിൻ ഒന്ന് ഉണർന്നു തുടങ്ങും. അതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ഒന്നും അറിയത്തില്ലാത്ത ഒരു എന്താ ജോലി, ഞാനിങ്ങനെ വീട്ടമ്മയാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഞാനും ഒരു വീട്ടമ്മയാണ്, അഭിമാനത്തോടെ പറയുന്നു. പക്ഷെ അവർ പറയും എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കൂടെ, എന്തെങ്കിലും ഒന്ന് പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഞാനും ഒരു വീട്ടമ്മയാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. എനിക്കൊരു വീട്ടമ്മയുടെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കുറച്ച് ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ജൂൺ 1 തുടങ്ങുന്ന ഗ്രൂപ്പിലോട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും വിശേഷമില്ലല്ലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്